വരുന്ന പൊതു സെൻസസിന്റെ ഭാഗമായി രാജ്യത്ത് ജാതി സെൻസസ് നടത്താൻ കേന്ദ്ര സർക്കാർ ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭയുടെ രാഷ്ട്രീയകാര്യ സമിതിയുടെ യോഗത്തിലാണ് തീരുമാനം. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് കേന്ദ്രത്തിന്റെ നിർണായക നീക്കം. കേന്ദ്ര പ്രഖ്യാപനത്തെ കോൺഗ്രസ് സ്വാഗതം ചെയ്തു. സംസ്ഥാനങ്ങൾ നടത്തിയ ജാതി സർവേകൾ സുതാര്യമല്ലെന്നും സാമുദായിക സൗഹാർദ്ദത്തെ ദോഷകരമായി ബാധിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് പൊതു സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് കൂടി നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം. ഭരണഘടന പ്രകാരം കേന്ദ്ര പട്ടികയിൽ വരുന്നതാണ് സെൻസസ് എന്നും മന്ത്രിസഭ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. ഇത്തരം ആശങ്കകൾ പരിഗണിച്ച് സാമുദായിക ഐക്യം നിലനിർത്താൻ ഔദ്യോഗിക സെൻസസിന്റെ ഭാഗമായി ജാതി കണക്കെടുപ്പ് നടത്താൻ സർക്കാർ തീരുമാനിച്ചതായി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. Some states have conducted surveys. I am repeating the word surveys to enumerate castes. Some states have done this well, while some others have conducted such surveys purely from a political angle in a non-transparent way. Such surveys have created doubts in the society. Considering all these facts and to ensure that our social fabric is not disturbed by politics, caste enumeration should be transparently included. I am emphasizing the word transparently included in the census instead of surveys. ജാതി സെൻസസിനെ കോൺഗ്രസും ഇന്ത്യ സഖ്യ കക്ഷികളും രാഷ്ട്രീയ ഉപകരണമാക്കിയെന്നും അശ്വിനി വൈഷ്ണവ് വിമർശിച്ചു. കോൺഗ്രസ് എല്ലാ കാലത്തും ജാതി സെൻസസിനെ എതിർത്തിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. Congress governments have always opposed caste census. Caste was not included in all the census operations conducted since independence. It is well understood that Congress and its India alliance partners have used caste census only as a political tool. ജാതി സെൻസസിനെ കോൺഗ്രസ് സ്വാഗതം ചെയ്തു. തങ്ങളുടെ സമ്മർദ്ദ ഫലമായാണ് സർക്കാർ തീരുമാനമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു. ജാതി സെൻസസിൽ തെലങ്കാന മാതൃക പിന്തുടരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. Caste census we have been fighting now for some time. Government has opposed for some reason. We don't understand what that reason is. They have suddenly decided to do it. We welcome that. We are happy that they have done the caste census. We would like the national census to follow some of the ideas of the Telangana census, and we are more than happy to help the government develop the national census on similar lines. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കാനിരിക്കെ എത്തിയ കേന്ദ്ര സർക്കാർ പ്രഖ്യാപനത്തെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ സ്വാഗതം ചെയ്തു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.